സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോവുകയാണ്. ഡാനി ഇപ്പോൾ ഉണ്ട് കോടതിയിൽ. ഡാനി, കോടതിയിലേക്ക് അല്പസമയത്തിനകം എത്തും. എത്ര ദൂരമുണ്ട് ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുമായി? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അവിടെ? രഞ്ജിത്തെ, ഒരു 5 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാവുന്ന ഒരു ദൂരമേ ഉള്ളൂ. കാരണം ഇപ്പോൾ വലിയ തിരക്കില്ല, മാത്രവുമല്ല വലിയ ദൂരത്തിലുമല്ല. അവിടെ നിന്ന് ഇവിടേക്ക് എത്തുക എന്നത് വലിയ ദൂരത്തിലുമല്ല. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, തികച്ചു വേണ്ട ഇവിടേക്ക് കവർ ചെയ്യാനായിട്ട്. മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ ഇവിടേക്ക് പെട്ടെന്ന് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പോലീസിനെ വിന്യസിച്ചു കഴിഞ്ഞു. മറ്റ് തടസ്സങ്ങളില്ലാതെ ജീപ്പ് ഇതിനകത്തേക്ക് ഈ കോടതി കോംപ്ലക്സിൻ്റെ താഴെ നിലയിൽ അതിൻ്റെ ഒരു പാർക്കിംഗ് ബേയിലാണ് ജീപ്പ് വന്ന് നിൽക്കുക. അതിനുശേഷം നേരെ 2ാം നിലയിലാണ് കോടതിയുള്ളത്. അവിടേക്ക് കടന്നു പോകുക. നേരത്തെ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകരടക്കം ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇവിടെ ബി രാമൻപിള്ളയാണ് അദ്ദേഹത്തിന് വേണ്ടി. രാമൻപിള്ള അസോസിയേറ്റ്സ് എന്നാണ് ഹാജരാകുന്നത്. ബി രാമൻപിള്ള തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. കുറച്ച് സമയം മുമ്പ് അദ്ദേഹം എത്തിയിരുന്നു. സാധാരണ ഈ ജാമ്യം അടക്കമുള്ള നടപടികളിലെല്ലാം തന്നെ സീനിയർ അഭിഭാഷകൻ നേരിട്ട് എത്തുക എന്നതെല്ലാം തന്നെ അങ്ങനെ അവർ എത്താറില്ല, അതൊരു വിരളമാണ്. എങ്കിലും അദ്ദേഹം നേരിട്ട് എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച്. കോടതി മുറിയും തന്നെയും നിറഞ്ഞിട്ടുണ്ട്. മറ്റ് അഭിഭാഷകരാലും മറ്റാളുകളായാലും കോടതി മുറി ഇതിനകം തന്നെ നിറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും വളരെ പ്രമാദമായ ഒരു കേസ് എന്ന രീതിയിലേക്ക് പബ്ലിക് അറ്റൻഷൻ ഇത് നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. ഈ കോടതി പരിസരത്തും നിരവധി പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസിനെയും അതുകൊണ്ട് കൂടുതലായിട്ട് ഇവിടേക്ക് നിയോഗിച്ചിരിക്കുന്നു. ഇവിടെ എത്തുന്ന സ്ഥലത്തെല്ലാം ഇന്നലെയും പോലീസ് സ്റ്റേഷനിലെത്തിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ആശുപത്രിയിലെത്തിക്കുമ്പോഴും എല്ലാം തന്നെ പരിസരത്ത് നിരവധി ആളുകൾ എത്തിയിരുന്നു. ജനക്കൂടി ഈ ആളുകളെ നിയന്ത്രിക്കാനും അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ കോടതി പരിസരത്ത് അനാവശ്യമായിട്ട് തടിച്ചു കൂടേണ്ടതില്ല എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആവശ്യക്കാർ, ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ മാത്രം, അതല്ലാതെ ഒരു പൊതുജനങ്ങൾ ഇവിടെ വന്ന് കാഴ്ചക്കാരാകേണ്ടതില്ല എന്നാണ് പോലീസ് പറയുന്നത്. പലരെയും തന്നെ നീക്കി നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കോടതി നടപടികൾ ഏതായാലും ഈ സമയബന്ധിതമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നടപടിയും അധികം വൈകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ഈ നടപടികൾക്ക് എന്തായാലും ഇന്ന് തന്നെ ജാമ്യ ഹർജി അടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാണ്. ആ ജാമ്യ ഹർജി കോടതിയാണ് ഇന്ന് തന്നെ അത് പരിഗണിക്കേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക. പക്ഷേ ഇന്ന് പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അഭിഭാഷകരുടെ ഒരു വലിയ വൃന്ദം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അവർ പ്രധാനമായും തന്നെയും ഈ ജാമ്യ ഹർജിയിൽ അടക്കം അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഇന്ന് ജയിലിലേക്ക് പോകാതിരിക്കാനുള്ള മുഴുവൻ സാധ്യതയും അതിൽ പരിശോധിക്കുകയാണ്. ഈ നടപടികൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് അറിയേണ്ടത്. ഇതിൽ എടുത്ത് പറയേണ്ടത്, നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹണി റോസ് നൽകിയിട്ടുള്ള രഹസ്യമൊഴി, ആ രഹസ്യമൊഴിയുടെ സാങ്കത്യം എന്താണ്? അത് ഏതായാലും ഈ കോടതിക്ക് മുൻപാകെ തന്നെയാണ്, ഈ ജുഡീഷ്യൽ കോടതി 2-ൽ തന്നെയാണ് അവർ ഇന്നലെ വൈകുന്നേരം രഹസ്യമൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ കോടതിയിൽ തന്നെ ഇതെല്ലാം തന്നെ പരിഗണനയ്ക്ക് വരികയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്വഭാവം എന്താണ് എന്നതിനെക്കുറിച്ച്, അതിൻ്റെ ഒരു ഉള്ളടക്കം എന്താ എന്നത് സംബന്ധിച്ച് ആർക്കും തന്നെ ധാരണയുമില്ല. എന്തായാലും അത് കോടതിയുടെ മുന്നിൽ തന്നെയുണ്ട്. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ, കോടതി രഹസ്യമൊഴിയുടെ ഒരു വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകുക. അവർ ഇതിൻ്റെ ഒരു അപേക്ഷ അടക്കം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൈലറ്റ് വാഹനം ഇവിടേക്ക് വന്നിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൈലറ്റ് വാഹനം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഇവിടേക്ക് എത്തിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് വാഹനം ഇവിടേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ അതിൽ നിന്ന് ഇറക്കി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ തൊട്ട് പിറകിലേക്ക് ഉള്ള, നമ്മൾ നേരത്തെ തൊട്ട് അടുത്തുള്ള ഭാഗത്തേക്ക് കോടതിക്ക് മുൻവശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിലൂടെ ലിഫ്റ്റിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുകയും ചെയ്യുന്നത്. സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും ചെയ്യുന്നത് താഴെ എത്തിക്കുകയും അതിനുശേഷം മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാമാണ്
ചെയ്യുന്നത്. ഇത്തവണ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. കോടതി അപ്പോൾ നേരെ കൊണ്ടുവന്നിട്ട് കോടതിയുടെ മുൻവശത്ത് കൂടി മുകളിലേക്ക് കയറ്റിയിരിക്കുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ സാധാരണഗതിയിൽ എല്ലാ തവണയും ഇവിടെ എത്തിക്കാറുള്ളത് ഇതിൻ്റെ ഒരു പാർക്കിംഗ് ബേയിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ലിഫ്റ്റിലൂടെ മുകളിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറ്റം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരെയും മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇതിന് മുൻവശത്തുള്ള കോടതിക്ക് മുൻപിലുള്ള ഇടത്തേക്ക് കൊണ്ടുവരികയും അതിൻ്റെ അകത്തേക്ക് കയറ്റി ലിഫ്റ്റിലൂടെ മുകളിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആർക്കും തന്നെ ആ ഒരു ദൃശ്യങ്ങൾ ലഭ്യമാവുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല എന്നതാണ്. നേരെ പതിവ് സ്ഥലത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് ഇതിലൂടെ മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ്. സാധാരണ എല്ലായ്പ്പോഴും ചെയ്യുന്നത് നേരെ കോടതിയുടെ താഴെ കൊണ്ടുവരികയും ലിഫ്റ്റിലേക്ക് കയറ്റുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് മാറിയിരിക്കുന്നു ഇത്തവണ പോലീസിൻ്റെ ഒരു നീക്കമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കോടതിക്ക് അകത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോയിരിക്കുന്നു എന്നതാണ്. അല്പസമയത്തിന് മുൻപ്